ടോട്ടൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളാണ് മൊത്തം പോവുക ഈ നമ്പേഴ്സിൽ. ഓക്കെ, ഇതിൽ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ 15-ൽ നിന്നാണ് കയറിയത്. ഇവിടുന്ന് ഇതിലേ പോയിട്ട് ഈ സംഗതി 26, ഇതൊന്നും നമ്മൾ റെഡ് പെടാത്ത 26, 27, 28, 29, 30, 31 തിരിച്ച് വീണ്ടും ഇതേപോലെ വരും. അതോടുകൂടിയിട്ട് നമ്മളെ സിറ്റി ടൂറിൻ്റെ എല്ലാ ഭാഗവും കഴിയും. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ട സ്ഥലങ്ങളാണ്, ഭാഗങ്ങളൊക്കെ. ബ്ലൂ ലൈനിൻ്റെ 26ൻ്റെ സ്റ്റോപ്പ് നമ്പർ 26 സ്റ്റോപ്പ്. ഇവിടെ നമ്മൾ പുതിയൊരു റൂട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ കഴിഞ്ഞത് റെഡ് ലൈന്, ഗ്രീൻ ലൈൻ ഇന്ന് രാവിലെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലൂ ലൈൻ. അപ്പോൾ നമ്മൾ 26 നമ്പർ ബ്ലൂ ലൈൻ. ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇനിയിപ്പോൾ കാണാനുള്ളത്. ബാക്കിയുള്ള സ്റ്റോപ്പുകളാണ് ഈ കാണിക്കുന്നത്. 26 പുറപ്പെട്ടിട്ട് ഇത്രയും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളാണ് ഇനി നമ്മളുണ്ടാവുക, സ്റ്റോപ്പുകൾ. ഉള്ളത് ഇപ്പം ഈ VNA മ്യൂസിയം കണ്ടില്ല നമ്മൾ, ആ 30-ലാണ് ഇപ്പം നമ്മളുള്ളത് വന്നിട്ടുള്ളത്. ഇതൊരു അണ്ടർപാസ്സാണ് ഇപ്പോൾ ഇവിടുത്തെ. അതായത് മെയിൻ സർക്കിളുകളിൽ നിന്ന് ബ്ലോക്ക് കൊടുങ്ങാതെ ഇതുപോലത്തെ ബക്കിംഗ്ഹാം ആവും, ഇതേപോലത്തെ പാർക്സുകൾ, ഇങ്ങനത്തെ സെൻട്രലായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പണ്ട് മുതൽ, അതായത് 100 ചില വർഷങ്ങൾക്ക് ഇത് കൊട്ടാരത്തിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ അണ്ടർപാസ് ഉണ്ട്. ഇതിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊട്ടാരത്തിൻ്റെ വേറൊരു സൈഡിലൂടെ, ഗാർഡൻ്റെ സൈഡിലൂടെ മറ്റേ സൈഡുകളിലൊക്കെ പോകും. ഇതേപോലെ സർക്കിളുകൾ ബ്ലോക്കായിട്ട് പോകേണ്ട ആവശ്യമില്ല. സിറ്റിയിനുള്ളിൽ തിരിയുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ വരേണ്ടതുള്ളൂ. നേരിട്ട് പോകേണ്ട ആൾക്കാർക്കൊക്കെ ഈ അണ്ടർപാസ് ഉണ്ട് എല്ലാ ഭാഗങ്ങളിലും. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്, സൈറ്റ് സീയിങ്ങിൻ്റെ സിറ്റി ടൂർ. അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ യാത്ര കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നമ്മളെ ബോട്ടിലെ സർവീസ് മാത്രമേ നമുക്കിനിയുള്ളൂ. അപ്പം ഏകദേശം ഒരുവിധം സിറ്റീൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും നമ്മൾ സിറ്റീൻ്റെ ട്രിപ്പൊക്കെ വേറെ എടുക്കുകയൊക്കെ ചെയ്യും, നമ്മൾ വേറെയും ഷൂട്ട് ചെയ്യും. പക്ഷേ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ സിറ്റി ടൂറിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ് കേട്ടോ, ബോബ് ഫോസ്റ്റ്നർ. ഇവർക്ക് കാറുണ്ട്, ഇതേപോലത്തെ ബൈക്കുകളുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യുന്നില്ല, നമ്മൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ബൈക്കിൻ്റെ ഹാർലി ഡേവിസൺ കണ്ടില്ലേ, ഹാർലി ഡേവിസൻ്റെ പുതിയതാണ്. കാറുകൾ ഇതാ ഒരു അപ്പാര സാധനം, അതിൻ്റെ അടുത്ത സാധനം കേട്ടത്. ഇതൊക്കെ വെറൈറ്റി സംഗതികളായിരിക്കും ഇതിലുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇതിന് ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ടോ. ഷോറൂമിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല ഇവർ. എനിവേ, ഇതാണ് ഒരു ഷോറൂമുള്ള കേട്ടോ, കാർ ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര്, 5 സ്റ്റാർ കാർ ഹോട്ടൽ. അങ്ങനെയൊരു സംഭവം ഉണ്ടല്ലേ, കാറിൻ്റെ ഷോറൂമിന് കാർ ഹോട്ടൽ എന്ന് എഴുതാമെന്ന് തോന്നുന്നു. കാരണം ഇംഗ്ലീഷിൽ എഴുതേണ്ടതൊക്കെ വരാനുള്ള പഠിപ്പിക്കുന്നത്. ഇനി നമ്മളെ നാട്ടിൽ കാറിൻ്റെ ഷോറൂമുള്ള ആൾക്കാർ, സെക്കൻഡ് ഹാൻഡ് വെക്കുന്ന ആൾക്കാർക്ക് ഇതേമാതിരി സ്റ്റാർ ഇട്ടിട്ടോ അല്ല കാറ്റഗറി അനുസരിച്ച് കാർ ഹോട്ടൽ എന്ന് എഴുതാട്ടോ. ഇവിടെ വൈഫൈ ഉണ്ട് കേട്ടോ, ഈ സംഗതിക്ക് വൈഫൈ ഉണ്ട്. ഇതേപോലത്തെ പോസ്റ്ററൊക്കെ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കിട്ടും. കാരണം അത് ദുബായിലൊക്കെ ഉള്ളതുപോലെ തന്നെ അങ്ങനത്തെ സംഗതികൾ ദുബായ്, തായ്ലൻഡ് ഇതുപോലത്തെ വലിയ സിറ്റികളിലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ ലണ്ടനിലെ ജനത്തിരക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ ഇന്ന് കണ്ടല്ലോ, നമ്മൾ മെനിയാന്ന് കണ്ടപ്പോൾ കണ്ടു. ജനത്തിരക്ക് ഉള്ള ഭാഗങ്ങളിലാണ് നമ്മളിപ്പം ഷൂട്ട് ചെയ്തതും എടുത്തതൊക്കെ. ജനത്തിരക്കില്ലാത്ത വളരെ സൈലൻ്റായ ഒരു ഭാഗം വേറെ ഉണ്ടാവും കേട്ടോ ലണ്ടനിൽ, താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട്. അത് വിദേശികളുള്ള ഭാഗങ്ങളിൽ അത്രത്തോളം
എന്തില്ല തിരക്ക് ഉണ്ടാവും. പക്ഷേ സ്വദേശികൾ ഇവിടുത്തെ ആൾക്കാർ സ്റ്റാൻഡേർഡായിട്ട് താമസിക്കുന്ന ഭാഗം വളരെ സൈലൻ്റായിരിക്കും. അതാണ് അതിനുള്ള വേറൊരു പ്രത്യേകത. ഇത് നമ്മളിപ്പം സ്ട്രീറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സ്ട്രീറ്റാട്ടോ. വലിയൊരു സ്ട്രീറ്റ് പറഞ്ഞാൽ ഇത് പർച്ചേസിങ്ങിൻ്റെ നല്ല, അതായത് ഏറ്റവും കൂടുതൽ ഷോപ്സും ബ്രാൻഡ് ഷോപ്പുകളും ആൾക്കാർ പർച്ചേസിന് വരുന്നതും ഫുഡ് കഴിക്കുക അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം കൂടി ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ് ഏരിയയാണ്. ഫുള്ള് അടിപൊളി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ അതുപോലെ വാക്കിങ്ങിൽ നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ, ജ്യൂസ് ഷോപ്പുകൾ, പിന്നെ അതേപോലെ ചെറിയ ചെറിയ വിലൻ്റെ സാധനങ്ങൾ, ഇതുപോലത്തെ ചെറിയ കണ്ടില്ലെങ്കിൽ 1 പൗണ്ടിനുള്ള 1 പൗണ്ടിനുള്ള ഒരുപാട് സാധനങ്ങൾ, സോവനീസ് പോലത്തെ ഒരുപാട് സാധനങ്ങൾ ലണ്ടൻ്റെ. ഓക്കെ, പിന്നെ നല്ല ബ്രാൻഡ് ഷോപ്പുകൾ. കോട്ട റോഡ് സ്റ്റേഷനിലെ അവിടെ വരിക. നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ദ നൗ ബിൽഡിംഗ് നോട്ടീസ് ഓഫ് ഫിൽമിംഗ് ഫോട്ടോഗ്രാഫി, ഒരു ലോകം അതിശയം ഉണ്ടായിട്ടുണ്ടാവും. ഓൾട്ടർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെതാണ്. ഇന്നത്തെ LED സ്ക്രീനുകളില്ലേ,
അതിനെ വെല്ലെന്നറിയതില്ലേ 4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഇതുവരെ നമ്മൾ കാണിച്ച സാധനങ്ങൾ ഞാൻ പുറത്ത് നിന്ന് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്. ജനം ദാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൂടിയും കിടന്നും ഒക്കെ കാണുകയാണ്. ഓക്കെ, ഇതേപോലെ കണ്ടകൾ ജനങ്ങൾ കാണുക ഈ സ്ക്രീന്. അതായത് ഒരു വലിയൊരു ബിൽഡിങ് മൊത്തം സ്ക്രീനാണ്, മേലെയും താഴെയും ഒക്കെ. ഓക്കെ, താഴെ വരെ ഇതുണ്ട്, ആൾക്കാരത് അവിടെ ഉണ്ടാവുമല്ലോ, കണ്ടില്ല നിങ്ങൾ? ഇത് വലിയൊരു അനുഭവം തന്നെ കേട്ടോ. ഓരോ സംഗതിയും ഡിസൈൻ ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളുടെ കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത്. ഓരോ മെസ്സേജ് അതാണ്, കടലിനെ ഇതാക്കൽ ഒഴിവാക്കുക, കടലിനെ വളരെ ശ്രദ്ധിച്ച് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ്. ദ പേഷ്യനറ്റ് ടീം ഹൂ ബ്രോട്ട് അവർ ദിസ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. തീർച്ചയായും നമ്മളൊക്കെ ചെയ്യും. 4 സെക്കൻഡ് വലിയൊരു ഇൻഫർമേഷൻ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാ ആൾക്കാരും വന്ന് കാണാം. ഓക്കെ, ആൾക്കാരിത് അവിടെ ഇങ്ങനെ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന മാതിരി കാണുക. അടുത്ത് വരുന്നത് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, പോകാതെ നിവൃത്തിയില്ല, പക്ഷെ പോകാൻ തോന്നുന്നില്ല. നിങ്ങൾ നോക്കി എന്താണ് ഫുള്ള് സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്. എങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പറയാം, നിങ്ങളെന്നെ കാണുന്നത് നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ ഇത് ഇവിടെ വന്ന് കാണുന്നവർക്ക് അതിശയമാണ്. ഫുൾ ആൾക്കാർ അതിശയത്തിൽ ഫോട്ടോ എടുക്കലും കളിക്കലും തന്നെ പണി. മനസ്സിലായില്ല, ഇതൊരു ഗോൾഡൻ ബിൽഡിങ്, ശരിക്കും ഒരു ഗോൾഡൻ ബിൽഡിങ്ങുമാണ് കേട്ടത്. കം ഫേസ് ടു ഫേസ് വിത്ത് ദ റിയൽ ലണ്ടൻ ടുഡേ. ഇതാണ് ഇവരെ ക്യാപ്ഷൻ കേട്ടോ. ഇന്നത്തെ ലണ്ടനാണ്, ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. വളരെ വ്യത്യസ്തമായൊരു സംഗതി നമുക്ക് കിട്ടി, ജീവിതത്തിൽ കാണാൻ കഴിയും. ഇതാണ് സ്റ്റേഷൻ കേട്ടോ, വെറേണ്ടിയ സ്റ്റേഷനാണ് ഇവിടുത്തെ. ഇത് ലണ്ടനിലുള്ളവരും തന്നെ വന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ലണ്ടനിൽ ഉള്ള മലയാളികളാരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. പക്ഷേ ഇല്ലാത്തവരും ഉണ്ടാവും, മനസ്സിലാവാത്തവരും അറിയാത്തവരും ഉണ്ടാവും. ഉണ്ടെങ്കിലൊന്ന് വന്ന് കാണട്ടോ. അതാ ഇതേ സ്ക്രീൻ പുറത്ത് വന്നിരിക്കുന്ന ഈ സ്ക്രീൻ കണ്ടെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഉള്ളിലുള്ളത് കേട്ടോ. സാംസങ്ങിൻ്റെ പരസ്യം. എന്താ സാധനം, രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമ്മളെ അടുത്ത കാഴ്ചകളിലേക്ക് പോവുകയാണ്. ഇതേപോലെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. സിഗരറ്റ് വലിക്കുന്നതും ഇങ്ങനെയുള്ള കളികളൊക്കെ പബ്ലിക്കിൽ നമ്മൾ കാണുന്നതാണ്. ഇത് മെട്രോയിലേക്കുള്ള വഴികളാണ്. കുട്ടികൾ പല നാടുകളിൽ നിന്നും വന്നിട്ട് ഇവിടെ ഇറക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇറക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിനെ ഇറക്കാന്നല്ല പറയാം, ഇവിടെ ഡൊണേറ്റ് എന്നാണ് പറയുക. ഡൊണേറ്റ്. കാട്ടിന് ഞാൻ പാറിപ്പോകും. പോർഷൻ്റെ പുതിയൊരു കാറാട്ടോ. ഏറ്റവും പുതിയതാണ്. മമ്മൂട്ടി പൃഥ്വിരാജൊക്കെ എടുക്കാൻ മതിയോ പ്രൈസുള്ള ആൾക്കാർ?
they can't build with the ഫാഷൻ്റെ കളി. ഇത് വന്നിട്ട് ഭ്രാന്താവാതെ ഒരുത്തനും പോകാൻ കഴിയില്ല. അത്രയും നമ്മൾ എന്താ പറയുക, നമ്മളെവിടെ ലോകത്ത് അതിശയത്തോട് കൂടിയിട്ട് വീഡിയോയിലോ എന്തിലെങ്കിലുമൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ തന്നെ പല രാജ്യങ്ങൾക്കും പലതും നമ്മൾ കാണുന്ന സംഗതികൾ ഇവിടെ നമുക്ക് എല്ലാം റിയലായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ഒരുവിധം നിങ്ങൾ എന്ത് പൈസ വെച്ചിട്ടും നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞാൽ, ലണ്ടനിൽ ഒരാൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എത്ര പൈസ ചിലവഴിച്ചാലും അത് വൃത്തിയാവും ജീവിതത്തിൽ ഒരിക്കൽ. കാരണം അതാണ് ലണ്ടനാണ്. 2000 കൊല്ലം 3000 കൊല്ലമൊക്കെ പഴക്കമുള്ള ഓരോ സംഗതികളുടെ അവിടെ മുതൽ തുടങ്ങിയ വരെ പാരമ്പര്യവും ഇവരെ പ്രൗഢിയും ഇന്നും അവർ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഈ ലണ്ടൻ്റെ ഒരു പ്രത്യേകത. കണ്ടു നിന്നു പോയാൽ കണ്ടുതന്നെ നിന്നു, ഒരു രക്ഷയില്ല. ഞാൻ പോകുന്നില്ലെങ്കിലേ വേറൊന്നും എടുക്കാൻ കഴിയില്ല, അവിടെ തന്നെ ആയിപ്പോവും. എനിക്ക് അവിടെ നിന്ന് മാറാൻ കഴിയുന്നില്ല. അമ്മമാര് മൈൻഡിങ് ആണ് ചെയ്യുന്നത്. എന്താ ചെയ്യാം, തബിലമുട്ടിലൊക്കെ ഉണ്ട് ലോക്കൽ മാർക്കറ്റ്. എല്ലാ ടൈപ്പ് ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. ഇരുവാരുണ്ട്, കക്കലാരുണ്ടാവും, അടിച്ചുപറിക്കാരുണ്ടാവും, കച്ചറുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരു വൈബാട്ടോ. നമ്മളെ നാട്ടിലെ യൂത്തൊക്കെ വന്നു കഴിഞ്ഞാൽ, യൂത്ത് എന്നല്ല കേട്ടോ, എല്ലാവരും വന്നു കഴിഞ്ഞാൽ, ആര് വന്നു കഴിഞ്ഞാലും ഒന്നൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ ഏരിയ ആണ്. ഒരു സിംഗിങ്ങിൻ്റെ സ്ഥലം കേട്ടോ, പാട്ടിൻ്റെ സ്ഥലം, പാട്ടുകാർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ രീതിയിലുള്ള കുറേ ആൾക്കാരുണ്ട്. ജനമൊഴുക്ക് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങനെ ഒഴുകുക, ഓരോരുത്തരും ഓരോ സംഗതി. എനിക്കിതിലൂടെ സ്ട്രീറ്റിലൂടെ നടന്നിട്ടേ മതിയാവുന്നില്ല. എന്തൊക്കെയാണ് എടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല, ആകെ കൺഫ്യൂഷൻ ആവുക. ഓക്കെ, എല്ലാവരും ഇതൊരു ഭയങ്കര സ്ട്രീറ്റ് തന്നെ കേട്ടോ. ഞാൻ കിലോമീറ്റർ കണക്കിന് നടന്നല്ലോ, കണ്ടില്ലെങ്കിൽ. അതായത് നമുക്ക് എന്താ എടുത്തിപ്പോൾ ഇതൊരു സ്ട്രീറ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നതിന് പകരം ഒരു സ്ട്രീറ്റിലെ
എല്ലാ കാര്യങ്ങളും കാണിക്കാൻ കഴിയുന്ന ഒരു ഡേയിലെ ഒരു സ്ട്രീറ്റ്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഞാൻ വന്ന സമയത്ത് എടുക്കുമ്പോൾ നമ്മളൊരു തല മുതൽ ഒരു തല വരെയാണ് ഇപ്പോൾ ഒന്ന് എടുത്തത്. കാരണം ഇത് അങ്ങനത്തെ വൈബുള്ള ഒരു സാധനമാണ്. അതല്ലാതെ നമ്മളെ സാധാരണ ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥലം പോലെയല്ല. ആൾക്കാർ ഫുള്ള് ട്രെൻഡായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. ടൂറിസ്റ്റുകളും ഇവിടുത്തുകാരും നമ്മളെ പുറത്തുനിന്ന് വന്ന് സെറ്റിലായ ആൾക്കാരും ആരും, അതായത് എത്ര ചെറിയൊരാൾക്കും പൈസ കുറഞ്ഞ ആൾക്കും എത്ര റിച്ചിനുമുള്ള ഒരു സ്ട്രീറ്റാണ് ഇത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? വൈബ് ഡബിൾ വൈബ്. ഇവിടെ ഇവരെ പരസ്യത്തിന് ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷാമ്പുകൾ. അപ്പോൾ അത് എനിക്കും കിട്ടി 2 എണ്ണം, ഒരാൾക്ക് 2 എണ്ണം. അവരിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുക, ഫുള്ള് ഗിഫ്റ്റ്. ഇതുപോലത്തെ ഷോറൂമുകളിലൊക്കെ ഇങ്ങനെ കൊടുക്കും ഗിഫ്റ്റ് കേട്ടോ. മിനിയാന്നിട്ട് എനിക്ക് ജ്യൂസ് കിട്ടിയിരുന്നു, ഞാൻ കാണിച്ചില്ല നിങ്ങൾ. ഒരു ജ്യൂസല്ല, പ്രോട്ടീൻ പൗഡർ അല്ല, പ്രോട്ടീൻ സംഗതി, പ്രോട്ടീൻ്റെ ഒരു പേസ്റ്റ് പോലത്തെ ഒരു സാധനം, ഫുള്ള് പ്രോട്ടീൻ. അപ്പം അങ്ങനെയാണ് കാഴ്ചകൾ. ഇവിടെ എന്താണ് നടക്കുന്നത് നോക്കാം നമുക്ക് കേട്ടോ. അല്ല, ഇത് നമ്മൾ അന്ന് കണ്ട ആൾക്കാർ തന്നെ. ഇവർ ഈ സിറ്റി കൂടി ഇങ്ങനെ നടക്കുക തന്നെ കേട്ടോ. ഞാൻ മെനയാന്നെടുത്ത അതേ ആൾക്കാർ അതാണ്. ഈ സ്ട്രീറ്റിൽ കൂടി ഇത് പാടി നടക്കലും ഫോട്ടോ എടുക്കലും അവരുടെ പരിപാടി. മൂപ്പരൻ അതേ ആൾ തന്നെ, അതേ ആൾ. സമൂഹം ഇവർ വേൾഡ് മൊത്തമുള്ള സമൂഹം കേട്ടോ. ഇവരിങ്ങനെ ഇതുപോലെ സിറ്റികളിലാടി ഇവർക്ക് ലോകം മൊത്തം നെറ്റ്വർക്കും ഇതുവരെ വരെ ആശ്രമവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമൂഹമാണ്. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇവർക്ക് അംഗീകാരം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ അബുദാബിയിൽ ഇപ്പോൾ ഒരു അമ്പലം വന്നില്ലേ, അബുദാബിയിൽ അമ്പലം വന്നത് ഇവരുടെ ഒരു വിഭാഗത്തിലാണ്. വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ ഇവർ പല ആശ്രമത്തിലേക്ക് ഇന്നെ ക്ഷണിച്ചിരുന്നു. ഇവരെ ആശ്രമത്തിലേക്ക് ഇന്നെ ക്ഷണിച്ചിരുന്നു. ഇത് ശരിക്കും ഇതിൻ്റെ ബേസൊക്കെ വിദേശത്താട്ടോ, അമേരിക്കയിൽ, ലണ്ടനിൽ, ഇവിടെ ഓസ്ട്രേലിയ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ്. കുറേ സ്വാമിമാരും കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ളതാണ്. അവരിവിടെ വന്നിട്ട് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇതൊരു വലിയ സമൂഹമാണ്, ഭയങ്കര പൈസ ഉള്ള, ഭയങ്കര നെറ്റ്വർക്കുള്ള ആൾക്കാരാട്ടോ ഇവർ. ഇതിവിടെ ആൾക്കാരൊക്കെ നോക്കി നിൽക്കുകയാണ്. ഒരു ബുക്ക് വിൽപ്പന എന്തൊക്കെയോ നടത്തുന്നുണ്ട്. ഫുള്ള് ജോളിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ. എല്ലാവരുമായിട്ട് ഭയങ്കര ജോളിയായിട്ട് അവർ പെരുമാറുന്നത് കേട്ടോ. ഇത് സെയിലിംഗ് or free? We get donation. Are you Indian? I am Indian. You have so you give me free. I want to steal. Credit card? You have a credit card? No have. Now no have. I will give you after. You give me one book free. No, we have to get money for it. Sorry. We have to print more. Okay, thank you. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊരു വലിയൊരു സമൂഹമാണ്. ഒരുപാട് നെറ്റ്വർക്ക് ലോകത്ത് മൊത്തം ഉള്ളതായിട്ടാണ് എൻ്റെ അറിവിൽ. ഇതൊരു പ്രത്യേകത ഉള്ള സംഭവം തന്നെയാണ്. ഇവരെപ്പറ്റി നമ്മൾ പഠിക്കേണ്ടതുമാണ് ശരിക്കും. ഇവർ ശരിക്കും എന്താ പറയുക, നമ്മളെ അതിനെപ്പറ്റിയിട്ട് പിന്നീട് പഠിച്ചിട്ട് ഞാൻ പറയാം. കാരണം എനിക്കറിയാം കുറച്ചൊക്കെ, പക്ഷെ നമ്മൾ അധികം അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇവരിതാണ് ഈ വിദേശത്ത് ഒരുപാട് നമ്മൾ ക്ഷേത്രങ്ങൾ പലതും പുതിയതായിട്ട് ഉണ്ടാക്കുന്ന പല വ്യത്യസ്തവും. ഞാൻ അബുദാബിയിൽ ഉണ്ടാക്കിയ ആ ക്ഷേത്രം ഈ സമൂഹത്തിനാണ് പെർമിറ്റായത്, ഇവർക്കാണ് പെർമിറ്റ് ചെയ്തത്. പക്ഷെ അതിന് ഇവർക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് മോഡിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ആ സിസ്റ്റം വരുന്നത് കേട്ടോ. പക്ഷെ അതിൻ്റെ ഫുള്ള് എന്താ പറയുക, സ്ഥലം മാത്രമേ ഷെയ്ക്ക് കൊടുത്തിട്ടുള്ളൂ, ബാക്കി ഫുള്ള് നിർമ്മാണമൊക്കെ വരും. ഇവർ അത്രയും സോളിഡ് ആൾക്കാരാണ് വേൾഡിൽ.
ഞാൻ പല സ്ഥലത്തും ഇവരത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഫ്രീ ആയിട്ട് ഇവർ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്ര എന്താ പറയുക, ഇത്രയും ജോളി ആയിട്ടും ഇത്രയും ഫ്രീ ആയിട്ട് പബ്ലിക്കിനോട് പെരുമാറി ആളുകളിലേക്ക് ഒരു ഹരത്ത് കൂടി എഴുകി ചേർന്ന് വരുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എനിവേ, വേറെ കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. ഇന്ന് പറ്റുമെങ്കിൽ ഈവനിങ്ങിൽ ഒരു ഇത് നോക്കാം നമുക്ക്. പക്ഷേ ഇവിടെ ഈവനിങ് ഇപ്പോൾ എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സമയം 6-7 മണിയായി. പക്ഷേ ഇരുടാവില്ല, 10:30 മണിക്കേ ഇരുടാവുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് ഉറങ്ങി രാവിലെ എണീക്കണ്ടേ. ഒറ്റ കാരണം കൊണ്ടാണ് നൈറ്റ് എടുക്കാൻ പറ്റാത്തത് കേട്ടോ. നല്ല അടിപൊളി ഷോറൂമുകൾ കിട്ടും, ജ്വല്ലറി മാതിരി ആക്കി. ഈ ജനങ്ങൾ ഞാൻ നടന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണോ അതല്ലെങ്കിൽ ഒക്കെ പുതിയ പുതിയ ആൾക്കാരാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു തരി തിരിഞ്ഞ് നടക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ റഷ് കണ്ട സ്ഥലങ്ങൾ ബോംബെ, അതേപോലെ ഹോങ്കോങ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സ്ട്രീറ്റിൽ കൂടി നടക്കുമ്പോൾ ഭയങ്കര റഷ്, ഇങ്ങനെ ആൾ ഒഴുകിക്കും. എനിക്ക് അതിനെക്കാട്ടി റഷായിട്ട് തോന്നുന്നത് ഇപ്പോൾ ഇവിടെയാണ്. അതായത് റഷിൽ കൂടുതൽ ജനമാണ്, ഫുൾ ജനമാണ്. നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഒരു ഏരിയ മാത്രമല്ലല്ലോ, നമ്മൾ എവിടെ കാണിക്കുന്ന ഭാഗങ്ങൾ നോക്കിയാലും നിങ്ങൾ ജനക്കൂട്ടങ്ങളായിരിക്കും. അതാണ് ഞാൻ കാണുന്നൊരു വ്യത്യാസം. മറ്റേത് പലതും കുറഞ്ഞ ഏരിയകളിൽ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ആൾക്കാരുണ്ടാവുക. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ നമ്മളെ മെട്രോയിൽ നമ്മൾ പോവാട്ടോ. ഓക്കെ, ഇന്നത്തെ ദിവസം നമ്മൾ പോവാണ്. അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകൾ കാണാം. ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഇന്നത്തെ സിറ്റി ടൂറ്, സിറ്റി കാഴ്ചകൾ ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉഷാറായിട്ട് കാണുക, ഇനി വീണ്ടും വീണ്ടും കാണുക. നമ്മൾ പല പ്രത്യേകതകളുള്ള, പല അട്രാക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളെ കാണിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, വീണ്ടും കാണുക, തുടർന്ന് കാണുക, കൂടെ ഉണ്ടാവുക. ഓക്കെ, ബൈ.